എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. നമസ്കാരം, എന്റെ പേര് ദേവികൃഷ്ണ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് മുരുകൻ കാട്ടാക്കട എന്ന മലയാള കവിയെ കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിൽ കച്ചപ്പുറം ഗ്രാമത്തിൽ 1967 മെയ് 25-ന് രാമപിള്ളയുടെയും കാർത്യായനി അമ്മയുടെയും മകനെ ജനിച്ചു. തിരുവനന്തപുരം SMV ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു. തുടർന്ന് HSS ആര്യനാട് സ്കൂളിലെ പ്രിൻസിപ്പളായി. കേരള സർക്കാർ വിക്ടേഴ്സ് വിദ്യാഭ്യാസ ചാനലിലെ മേധാവിയായി പ്രവർത്തിച്ചു. കവിതയുടെ ദൃശ്യശ്രവ്യ സാധ്യതകളെ കണ്ടെത്തി 2 മണിക്കൂർ ദൈർഘ്യമുള്ള മലയാളത്തിലെ ആദ്യ മെഗാ പോയട്രി സ്റ്റേജ് ഷോ അവതരിപ്പിച്ചു വരുന്നു. നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഇദ്ദേഹം കവിതയുടെ ജനക പ്രചാരണത്തിന് നൽകിയ സംഭാവനയെ മാനിച്ച് UAE ഗവൺമെന്റ് ഗോൾഡൻ വിസ നൽകി ആദരിച്ചു. മലയാള സാഹിത്യത്തിലെ ആദ്യ ഗോൾഡൻ വിസയാണ് ഇത്. ഇദ്ദേഹത്തിന്റെ കന്നഡ എന്ന കവിത പോലെ തന്നെ പ്രശസ്തമായ മറ്റു കവിതകളാണ് രേണുക, പറയുവാനാകാതെ, ഗുരുനാഥൻ, രക്തസാക്ഷി, തിരികെയാത്ര, സൂര്യകാന്തി നോവ്, ഓണം, അമ്മ, പക, ലോകാവസാനം ആദിയായവ. കന്നഡയിൽ സമകാലിക പ്രസക്തിയുള്ള ഒത്തിരി അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യ സമൂഹത്തെ ഒരൊറ്റ കവിതയിലൂടെ നമുക്ക് പകർന്നു തരുന്നുവെങ്കിൽ രേണുകയിൽ നഷ്ടപ്രണയത്തിന്റെ വേദനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. നിരാശയുടെ പൂച്ചെണ്ടുകളുമായി അലയാതിരിക്കണമെങ്കിൽ ഈ ലോകത്ത് ആരെയും അത്രമേൽ സ്നേഹിക്കാതിരിക്കുക എന്ന് രേണുകയിൽ കാണിച്ചു തരുന്നു. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇദ്ദേഹം ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മലയാളം വിഷൻ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. സാഹിത്യോത്സവം 2024 ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനും മുരുകൻ കാട്ടാക്കട എന്ന അതുല്യ കവിയെ കുറിച്ച് പറയാൻ അവസരം തന്നതിനും ടാഗോർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന് എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.